കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ നാം സൺഡേ സ്കൂളായി കൂടി വരികയാണല്ലോ. ഇന്ന് ആഗമന ഞായറായി ആചരിക്കപ്പെടുകയാണ്. സഭയുടെ ലിറ്റർജിക്കൽ കലണ്ടർ ആരംഭിക്കുന്നത് ആഗമന കാലഘട്ടത്തോടുകൂടിയാണ്. ക്രിസ്മസിന് മുൻപ് വരുന്ന 4 ഞായറാഴ്ചകളാണ് ആഗമന ഞായറാഴ്ചകളായി ആചരിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ബോധമുള്ള ക്രിസ്ത്യാനികളായി നാം ജീവിക്കുമ്പോൾ കർത്താവ് വീണ്ടും വരുമെന്നുള്ള വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതുപോലെ അവൻ വീണ്ടും വന്ന് വിശ്വാസികളായ നമ്മെ ചേർത്തുകൊള്ളും എന്ന സഭയുടെ വിശ്വാസമാണ് ഇവിടെ കാണുന്നത്. സഭയുടെ നോമ്പുകളിലെ ഒരു നോമ്പ് കാലഘട്ടമാണല്ലോ ആഗമന കാലഘട്ടം. ഈ നാളുകളിൽ വചനം വായിക്കുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും നാം ശ്രമിക്കണം. സൺഡേ സ്കൂളായി പതിവായി നാം ഇതിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് കടന്നു വന്ന് സൺഡേ സ്കൂളായി കൂടി വരുവാൻ, പ്രത്യേകിച്ച് ഭവനങ്ങളിലിരുന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, അവിടുത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മഹായിടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അധ്യക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അധ്യക്ഷന് വേണ്ടുന്ന എല്ലാ കൃപകളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പ് അതിലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളും നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമെന്ന് മശീഹാ മൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ നാവ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത് എന്നരുളി ചെയ്ത സ്നേഹമുള്ള യേശുവേ, ഈ പരിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ലോകമെമ്പാടും നടക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെയും ആത്മീയ ശുശ്രൂഷകളെയും വാഴ്ത്തണമേ. ഇന്ന് ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവനാമ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും സഹായകരമായി തീരുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് സഹായിക്കണമേ. ആമേൻ. സ്തുതിയും സ്തോത്രവും. ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ ഓർത്തും നടത്തുന്ന വഴികൾക്കായും ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന അപേക്ഷയ്ക്ക് പിന്നാലെ, കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഏറ്റുപറയണം. കർത്താവെ, അങ്ങ് ഞങ്ങളെ ദിവ്യ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ പ്രപഞ്ചത്തിനും അതിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കരുതലിനായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും അധ്യാപകരെയും സ്നേഹിതരെയും നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ട ആരോഗ്യവും ബുദ്ധിയും കഴിവുകളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പാർക്കുവാൻ ഭവനവും ധരിക്കുവാൻ വസ്ത്രവും നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആരാധിക്കുവാൻ നൽകിയിരിക്കുന്ന മനോഹരമായ ദൈവാലയത്തിനും പട്ടക്കാർക്കും ശുശ്രൂഷക്കാർക്കും സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായി പറയാം. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. പാപികളോട് കരുണ കാണിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ചിന്തയിലും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും അങ്ങയ്ക്ക് ഹിതകരമല്ലാത്തത് വന്നുപോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന് വഴിതെറ്റിപ്പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ചെറുതും വലുതുമായ സന്തോഷങ്ങൾക്ക് നന്ദി പറയാതിരുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഗുരുക്കന്മാരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും കരുതുന്നവരെയും ആദരിക്കാതിരുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതും ദൈവത്തോടും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരുന്നതും ഞങ്ങളോട് ക്ഷമിക്കണമേ. അന്നന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാതിരുന്നതും കോപിച്ചതും വഴക്കുണ്ടാക്കിയതും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഉപദ്രവിച്ചതും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹവാനും കാരുണ്യവാനും മഹാദയാലുവുമായ കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് വായനയ്ക്കായി എടുത്തിരിക്കുന്ന പാഠഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. എബ്രായർ 1-ാം അധ്യായം. ദൈവം പണ്ടു ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി.
അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്കു പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവനു പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നു താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകന്മാക്കളല്ലയോ? ഇങ്ങനെ ഇവിടെ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 85. 85-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോടും അടുത്തിരിക്കുന്നു നിശ്ചയം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാവട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയയിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ, എൻ ദൈവമേ,
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നിന്നികണ്ടിൽ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നിന്നികണ്ടിൽ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ ആരാധന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ ആരാധന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. മധ്യസ്ഥ പ്രാർത്ഥന. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം ചൊല്ലുക. കർത്താവെ കരുണയുണ്ടാകണമേ. കർത്താവെ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യം കൊണ്ടും സമാധാനം കൊണ്ടും സഭയെ നിറയ്ക്കണമേ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നീക്കിക്കളഞ്ഞ് ദുഷിച്ചു പോയതിനെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ ലോകത്തിൽ അങ്ങയുടെ സ്നേഹവും വിശുദ്ധിയും വെളിപ്പെടുത്തി കൊടുക്കുവാൻ സഭയെ സഹായിക്കണമേ. കർത്താവെ കരുണയുണ്ടാകണമേ. കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിനുള്ള കഴിവ് നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ വെറുപ്പും വിദ്വേഷവും കൂടാതെ സ്നേഹത്തിലും കരുതലിലും ജീവിക്കുന്നതിനു ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ കരുണയുണ്ടാകണമേ. കർത്താവെ രോഗികളും കഷ്ടപ്പെടുന്നവരും പ്രത്യേകിച്ച് COVID-19 എന്ന മഹാവ്യാധിയാൽ ലോകം മുഴുവനും ദുരിതമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കു വേണ്ടിയും അവരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രകൃതി ക്ഷോഭങ്ങളിലും യുദ്ധക്കെടുതികളിലും കഷ്ടപ്പെടുന്നവരെയും ഓർക്കുന്നു. സൗഖ്യമാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കരം അവരുടെ മേൽ നീട്ടണമേ. കർത്താവെ കരുണയുണ്ടാകണമേ. കർത്താവെ ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിക്ക് വേണ്ടിയും ഇടവക പട്ടക്കാരനു വേണ്ടിയും കമ്മിറ്റി അംഗങ്ങൾക്കു വേണ്ടിയും സൺഡേ സ്കൂൾ അധ്യാപകർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ധാരാളമായി അവർക്ക് നൽകണമേ. കർത്താവെ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ജീവൻ്റെ മഹത്വത്തിനും ജീവിക്കുന്നതിനുള്ള സന്തോഷത്തിനും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്നേ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ കൃപകൾക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന അങ്ങയുടെ സ്നേഹത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു.
ഈ ലോകം മുഴുവൻ അങ്ങയുടെ പരിപാലനത്തിലാണെന്നറിയുവാൻ നൽകിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുവചനം നൽകുന്ന ഉൾക്കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടർന്നും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. ജന്മനാൾ കൊണ്ടാടുന്ന ആൽബി തോമസ്, നോയൽ ജോസ് എന്നിവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവേ, ജന്മനാളിനെ കൊണ്ടാടുന്ന നിൻ്റെ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നല്ല എബനേസറായി കൂടെ ഇരുന്ന് കാത്തു പരിപാലിച്ച നിൻ്റെ ദയ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പുതുവത്സരത്തിൽ നിൻ്റെ മക്കളെ നിൻ്റെ കൃപയിൽ കാത്തു സൂക്ഷിക്കണമേ. പുതിയ തീരുമാനത്തോടും പുതിയ പ്രതിഷ്ഠയോടും കൂടെ തുടർന്നും അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ഈ പുതുവർഷത്തിൽ ഓരോ നിമിഷവും അവിടുന്ന് തന്നെ കൂടെ ഇരുന്ന് ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ആരോഗ്യത്തോടും കൂടെ വളരുവാനും തൻ്റെ ആയുഷ്കാലം മുഴുവനും ഒരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാനും സ്വർഗം കൃപ ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോട് കേട്ട് ഉത്തരമല്ലണമേ. ആമീൻ. Happy birthday Albi, happy birthday Noel, happy birthday, happy birthday, happy birthday to you. May God bless you Albi and Noel. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.